ഉമ്മാന്റെ അവിഹിതം കാരണം മക്കളെ ഗൾഫിലേക്ക് എടുത്തു കൊണ്ടുപോയ ഒരു ഭർത്താവ്. ആ ഭർത്താവിന്റെ ഭാര്യയാണ് ഞാൻ, ജീവിച്ചിരിക്കുന്ന ഭാര്യ. ഒരുപാട് കാലം ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് സെലിബ്രിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അഹങ്കാരമുണ്ട്. കുറച്ച് വളർന്നു വന്നപ്പോൾ ഭാര്യ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മോഡലും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഞാനൊരു നാട്ടുമ്പുറത്തുകാരിയാണ്. ഞാൻ സാധാ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പെണ്ണാണ്. ഇയാൾ ഉദ്ദേശിക്കുന്ന ഒരു മോഡലിങ്ങും കാര്യമൊക്കെ ഇല്ലാത്തതുകൊണ്ട് എന്നെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ കറിവേപ്പില എടുത്തിരുന്ന പോലെ അപ്പുറത്തേക്ക് എടുത്തിട്ട് 33-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ 14 വർഷമായിട്ട് ഇയാളുടെ ലൈഫിൽ ഞാനുണ്ട്. 11 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ട്. അവന്റെ കുട്ടികളല്ലല്ലോ, അവന്റെ പെങ്ങള് വന്നപ്പോ കൊണ്ടുവന്നല്ലോ. കുട്ടികൾ ഉണ്ടാക്കണ സാമാനം എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതല്ലേ. അതിന്റെ അവകാശം ഞാൻ തന്നെയാണ്. ആ പറമ്പിൽ വിതച്ചൂണേ ഉള്ളൂ, മനസ്സിലായോ? ആ പറമ്പിൽ ഞാൻ വിതച്ചൂണേ ഉള്ളൂ. ഞാൻ നോക്കുന്നുണ്ടല്ലോ, കൊന്നിട്ടൊന്നുമില്ലല്ലോ. എന്റെ മക്കള് പണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ സ്ഥിരം കാണുന്ന കാര്യങ്ങളാണ് അവിഹിതം. ഭാര്യയുടെ അവിഹിതം ഭർത്താവ് പൊക്കി, ഭർത്താവിൻ്റെ അവിഹിതം ഭാര്യ പൊക്കി എന്ന് പറഞ്ഞുള്ള വാർത്തകളാണ് നമ്മൾ സ്ഥിരം കാണുന്നത്. കഴിഞ്ഞൊരു കുറച്ച് നാൾക്ക് മുമ്പ് തന്നെ പല റിയാക്ഷൻ ചാനലുകാരും എടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരാളെ, അതായത് ദുബായിലുള്ള ഒരാൾ ഭാര്യയുടെ അവിഹിതം പൊക്കുകയും അങ്ങനെ അവരുടെ കുഞ്ഞിനെയും കൊണ്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് ദുബായിലേക്ക് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ വന്നൊരു വീഡിയോ ഇട്ടു. അതിനെ കുറേ ചാനലുകാരെടുത്ത് റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ആ പുള്ളിക്കാരൻ്റെ ഭാര്യ വന്ന് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. എന്നാൽ എനിക്കിവിടെ തോന്നുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൽ ആര് പറയുന്നതാണ് സത്യമെന്ന് എനിക്ക് മനസ്സിലാക്കാനേ പറ്റിയിട്ടില്ല. പുള്ളിക്കാരൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറയുന്നതാണ് ശരിയെന്ന് നമുക്ക് തോന്നിപ്പോകും. ഭാര്യ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഭാര്യ പറയുന്നതാണ് ശരിയെന്ന് നമുക്ക് തോന്നിപ്പോകും. 14 വർഷം കൂടെ താമസിച്ചിട്ട് ഇപ്പോഴാണോ എന്നെ ആ പുള്ളിക്കാരന് വേണ്ട എന്ന് തോന്നിയത് എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് പുള്ളിക്കാരി ചോദിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്തുനിന്ന് പറിച്ചുകൊണ്ട് പോയി എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. എന്തായാലും ഇവിടെ ഈ പറയുന്ന ഭർത്താവ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. എന്തായാലും അതൊന്ന് ആദ്യം കണ്ടു നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരി പറയുന്ന കാര്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഈ കുട്ടികളോട് കൊടുക്കണം. ഇത് അവന്റെ കുട്ടികളല്ലല്ലോ, അവന്റെ പെങ്ങള് വന്നപ്പോ കൊണ്ടുവന്നല്ലോ. കുട്ടികൾ ഉണ്ടാക്കണ സാമാനം എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതല്ലേ. അതിന്റെ അവകാശം ഞാൻ തന്നെയാണ്. ആ പറമ്പിൽ വിതച്ചൂണേ ഉള്ളൂ, മനസ്സിലായോ? ആ പറമ്പിൽ ഞാൻ വിതച്ചൂണേ ഉള്ളൂ. ഞാൻ നോക്കുന്നുണ്ടല്ലോ, കൊന്നിട്ടൊന്നുമില്ലല്ലോ. എന്റെ മക്കള് പണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു കേട്ടോ. അതായത് പണ്ടിന്റെ ഒരു സ്ക്രീൻഷോട്ട് നോക്കിക്കോ. പണ്ട് എന്റെ മക്കൾക്ക് ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പുള്ളിക്കാരൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. വിത്ത് വിതയ്ക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ആ പറമ്പിൽ വിത്ത് വിതച്ചെന്നേ ഉള്ളൂ എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതൊക്കെ എന്തു ആയിക്കോട്ടെ, പുള്ളിക്കാരൻ പറഞ്ഞത് ന്യായമാണ്. പക്ഷേ വിത്ത് വിതച്ചാൽ മാത്രം പോരായല്ലോ. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഭാര്യയുടെ കാര്യങ്ങളും ഒക്കെ നോക്കണം. അത് പുള്ളിക്കാരൻ നോക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറയുന്നത് ഈ പുള്ളിക്കാരിയുടെ, അതായത് ഭാര്യയുടെ ആങ്ങളെയും ഈ ഭാര്യയും കൂടിക്കൊണ്ടാണ് പുള്ളിക്കാരനെതിരെ പല കാര്യങ്ങളും ചെയ്യുന്നതെന്ന് പറയുന്നു. അത് തന്നെ പുള്ളിക്കാരൻ കുറച്ച് തെളിവുകളൊക്കെ കാണിക്കുന്നുണ്ട്. നോക്കി, പൈസ അയക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ചെലവിന് പൈസ അയക്കുകയാണെങ്കിൽ, എൻ്റെ കുട്ടികൾക്ക് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10,000 15,000 അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് കിട്ടുന്നത് 100 റുപ്യൻ്റെ 200 റുപ്യൻ്റെ ഒക്കെ ഡ്രസ്സാണ് കിട്ടുക. ബാക്കി 15,000 10,000 ഒക്കെ വേറെയൊക്കെ പോവുകയാണ് സംഭവം. സത്യം. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പൈസ അയച്ചു കൊടുക്കുകയാണ്. ഈ പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് കിട്ടുന്നത് 100 റുപ്യൻ്റെ 200 റുപ്യൻ്റെ വല്ല ബെൽറ്റോ വല്ല ഇതോ എടുത്തില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പറയും എനിക്ക് അവിടെ കുറേ കട ഉണ്ട്, ഇവിടെ കുറേ കട ഉണ്ട്, അവിടെ കൊടുക്കാണ്ട് ഇവിടെ കൊടുക്കാണ്ട്. എനിക്ക് മനസ്സിലാണില്ല എന്താ കൊടുക്കാനുള്ളതെന്നുള്ളത്. അങ്ങനെ പ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോഴാണ് ഫോണൊക്കെ ചെയ്ത് നോക്കുമ്പം ഞാൻ അയച്ചു കൊടുക്കുന്ന പൈസകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറ് പോവാൻ, ഊട്ടി പോവാൻ, മൈസൂർ പോവാൻ, ഗൂഡല്ലൂർ പോവാൻ, ഇതൊന്നും ഞാൻ അറിയുന്നില്ല കേട്ടോ. നിങ്ങളിപ്പോൾ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് നാക്കൊന്നും വേണ്ട, ഞാൻ അറിയുന്നില്ല. പുള്ളിക്കാരൻ്റെ ഭാഗം ന്യായീകരിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ വേറൊരു വീഡിയോ ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയ്ക്കകത്ത് കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്, കുഞ്ഞ് നിങ്ങൾ നാട്ടിൽ പോകണമെന്നൊക്കെ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു എനിക്ക് നാട്ടിലൊന്നും പോകണ്ട എന്നാണ് എപ്പോഴും പറയുന്നത്. പുള്ളിക്കാരൻ അത് എപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കുഞ്ഞിനൊട്ടും താല്പര്യമില്ല, അമ്മയെ ഒട്ടും താല്പര്യമില്ല, നാട്ടിൽ പോകാൻ താല്പര്യമില്ല എന്നൊക്കെ. അതെന്താണ് അതിൻ്റെ സത്യാവസ്ഥയെന്നൊക്കെ നമുക്കറിയില്ല. ആ കുഞ്ഞിനും അവർക്കും മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ ഈ പുള്ളിക്കാരൻ അടുത്തൊരു വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കേട്ടു നോക്കി. എനിക്കത് വ്യക്തമായിട്ട് ഞാനത് പറഞ്ഞതാണ്. ഇയാളെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ സംസാരിക്കും? എന്നെ കുറിച്ച് അറിയാനൊന്നുമില്ല. സമൂഹത്തിൽ എല്ലാവരും നടക്കുന്ന പോലെ തന്നെ നടക്കുന്നത്, മനസ്സിലായോ? അല്ലാണ്ട് ഇപ്പോൾ പഠിച്ചോ എനിക്കാട്ട് വലിയൊരു കഴുതക്കു എനിക്ക് തന്നിട്ടില്ല. സാധാരണ ഇത് മാത്രമേ ഉള്ളൂ.
പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അത് വീണ്ടും ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് പാസ് ചെയ്യുന്നു. ഒരു പെണ്ണാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരാളെ കൂടെ ജീവിച്ച് കുറ്റം ആ വഴി നഷ്ടപ്പെടുത്താനൊന്നും കഴിയില്ലല്ലോ. അവൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ജോലി ചെയ്ത് വരികയാണ്. മാന്യമായി അവളെ കുഞ്ഞുങ്ങളെ നോക്കി വീട്ടുകാരെ ഇരിക്കുന്നു. ഇവനെ സംസാരം കേട്ടതൊന്നും ഇവൻ ആരുടെയും കൂടെ ഒളിച്ച് കൂടി പോയല്ലേ. ഇവനെ പേഴ്സണലി അവരോട് ഒരുപാട് വ്യക്തി വൈരാഗ്യമുണ്ട്. അതേ ഇതിന് ഇവർ പറയുന്ന വ്യക്തി വൈരാഗ്യം ഉണ്ടെന്നുള്ളത്. എനിക്ക് അവരോട് ഒരു വ്യക്തി വൈരാഗ്യമില്ല. എന്നാൽ 12 കൊല്ലം ജീവിച്ചിട്ട് എനിക്ക് വ്യക്തി വൈരാഗ്യമില്ല. ഇപ്പം എനിക്ക് വൈരാഗ്യമുണ്ട്. പക്ഷെ അത് ഒരിക്കലും അവരെ മോശമായിട്ട് പറയാനോ ഇല്ലെങ്കിൽ അവരെ 4 ആൾക്കാരുടെ തരം താഴ്ത്താനല്ല. പക്ഷെ ഇങ്ങൾക്ക് അറിയാത്തൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആങ്ങളെയും കൂടിയിട്ട് എന്നെ 240 ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാമിൽ കൊണ്ടുപോയിട്ട് വളരെ മോശമായിട്ട് ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ജീവിക്കാൻ വേണ്ടി വന്നത് അവിടെ. ഞാനും എൻ്റെ മക്കളെ ജീവിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. അപ്പൊ ഈ ഒരു 2 വർഷമായിട്ട് വളരെ മോശമായിട്ട് ഇവിടെ ആങ്ങളുടെ ഐഡിയ കാണിച്ചു തരാം. ഈ കെൻസിക്കാണ് പറഞ്ഞ ആളെ ഐഡിയ തന്നെ വന്നിട്ടുണ്ടാവും. സിറാജ് ടി എന്നിട്ട് മുത്തുമോൻ അല്ലെ, അവനും അവളും കൂടെ കൂടിയിട്ട് എന്നെ 240 ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാമിൽ കൊണ്ടുപോയിട്ട് വളരെ മോശമായിട്ട് ഞാൻ ഈ പിഞ്ചു മക്കളെ ഇവിടെ വിൽക്കാൻ കൊണ്ടുവന്നതാണ്, ഞാൻ കൊല്ലാൻ കൊണ്ടുവന്നതാണ്, ഞാൻ മിഠായി മേടിച്ച് കൊണ്ടുവന്നതാണ്, കൊടുക്കാന്ന് പറഞ്ഞിട്ട് വന്നതാണ്, തട്ടിക്കൊണ്ട ദുബായിക്കാണ് കുട്ടികളെ തട്ടിക്കൊണ്ടത്. പിന്നെ ഇതിന്റെ മക്കളല്ലേ, എനിക്കെതിരെ തട്ടിക്കൊണ്ടേണ്ട കാര്യം എന്താണത്? നിങ്ങൾ പറയും. എനിക്ക് എൻ്റെ മക്കളെ വല്ലയിടത്തും കൊണ്ടുപോകണമെങ്കിൽ നാട്ടുകാരുടെ പെർമിഷൻ വേണം, ഇല്ലെങ്കിൽ ഓളെ ആങ്ങളുടെ പെർമിഷൻ വേണം, ഇല്ലെങ്കിൽ ഓളെ തന്തന്റെ പെർമിഷൻ വേണം, ഇല്ലെങ്കിൽ ഓളെ തള്ളന്റെ പെർമിഷൻ വേണം, ഇല്ലെങ്കിൽ ഇതിന് യൂട്യൂബിൽ വീഡിയോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും അമ്മായിമാരെ അല്ലെങ്കിൽ മറ്റേ കമന്റ് ഉണ്ടെങ്കിൽ അമ്മായിമാരെ പെർമിഷൻ വേണം. ഇല്ലല്ലോ. ഈ പുള്ളിക്കാരൻ്റെ ഭാര്യയും അതോടൊപ്പം തന്നെ ആങ്ങളെയും കൂടി വളരെ മോശമായിട്ട് ചിത്രീകരിച്ചു എന്നാണ് പറയുന്നത്. മക്കളെ ഞാൻ തട്ടിക്കൊണ്ട് പോയി എന്ന രീതിയിൽ പറയുന്നു. സ്വന്തം മക്കളെ എന്തിന് ഞാൻ തട്ടിക്കൊണ്ട് പോകണമെന്നൊക്കെ ഈ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്. അതൊക്കെ വളരെ വാല്യൂഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ പുള്ളിക്കാരൻ്റെ ഭാര്യ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ പുള്ളിക്കാരി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ആരുടെ കൂടെയും ഒളിച്ചോടിയിട്ടില്ല, ഞാൻ താമസിക്കുന്നത് എൻ്റെ അമ്മയുടെയും എൻ്റെ അച്ഛൻ്റെയും കൂടെയാണ്. ഇപ്പോൾ ഇളയൊരു കുഞ്ഞുണ്ട് കൂട്, ബാക്കി 2 കുഞ്ഞുങ്ങൾ ഈ പറയുന്ന പുള്ളിക്കാരൻ്റെ കൂടെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്തുനിന്ന് തട്ടിക്കൊണ്ട് പോയതാണ് എന്നാണ് ആ പുള്ളിക്കാരി ആ വീഡിയോയിൽ പറയുന്നത്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ വേണമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏതാണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റായി വരും. എനിക്ക് എന്തായാലും 2 പേരുടെ ഭാഗം കേട്ടപ്പം 2 പേരുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നാണ് തോന്നുന്നത്. എന്താണ് ഇവരുടെ ഇടയിൽ സംഭവിച്ചേക്കുന്നുള്ളത് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഓക്കെ, എന്തായാലും ഇവർ പറയുന്നതെന്ന് കേട്ടു നോക്കൂ. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 1 വർഷമായിട്ട് സോഷ്യൽ മീഡിയ ഹരാസ്മെന്റിന്റെ ഒരു ഇരയാണ് ഞാൻ. നാട്ടിൽ വന്ന് മക്കളെ ഉമ്മാന്റെ അവിഹിതം കാരണം മക്കളെ ഗൾഫിലേക്ക് എടുത്തുകൊണ്ടുപോയ ഒരു ഭർത്താവ്, ആ ഭർത്താവിന്റെ ഭാര്യയാണ് ഞാൻ, ജീവിച്ചിരിക്കുന്ന ഭാര്യ. ഒരുപാട് കാലം ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് സെലിബ്രേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അഹങ്കാരമുണ്ട്. കുറച്ച് വളർന്നു വന്നപ്പോൾ ഭാര്യ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മോഡലും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഞാനൊരു നാട്ടുമ്പുറത്തുകാരിയാണ്. ഞാൻ സാധാ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പെണ്ണാണ്. ഇയാൾ ഉദ്ദേശിക്കുന്ന ഒരു മോഡലിങ്ങും കാര്യമൊക്കെ ഇല്ലാത്തതുകൊണ്ട് എന്നെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ കറിവേപ്പിൽ എടുത്തിരുന്ന പോലെ അപ്പുറത്തേക്ക് എടുത്തിട്ട് 33-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ 14 വർഷമായിട്ട് ഇയാളുടെ ലൈഫിൽ ഞാനുണ്ട്. 11 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, നിക്കാഹ് കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ കല്യാണം തന്നെ. അപ്പോൾ ഇപ്പോൾ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കണേ നാട്ടിൽ വന്നിട്ട് മക്കളെടുത്തോണ്ട് പോയി, എൻ്റെ അറിവോ സമ്മതമോ ഒന്നും ഇല്ലാതെ. ഇപ്പോൾ ഞാനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മോശപ്പെട്ട സ്ത്രീ. എനിക്ക് തെറിയ അഭിഷേകമാണ്. ഇയാൾ ഇപ്പോൾ ഒരു റീസെൻ്റ്ലി ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലൊരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൽ എന്നെ തെറിയ അഭിഷേകമാണ്. ഇയാൾ ദുബായിൽ ഏത് രീതിയിലാണ് ഇരുന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് ഇയാളെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് പറ്റിയില്ല. ആ ഒരു കാര്യത്തിൽ തോൽവിയാണ് ഞാൻ. ഇയാളോട് ഞാൻ എപ്പോഴും പറയായിരുന്നു, ഇയാൾക്കൊരു അസുഖമുണ്ട്. മറ്റുള്ള പെമ്പിളാരോട് ചാറ്റിങ്, വീഡിയോ കോളിങ്, ഒരു ഭാര്യ നിലനിൽക്കെ പ്രേമം, ഭയങ്കര പ്രേമം, ഒടുക്കത്തെ പ്രേമമായിരിക്കും. ഇയാളെ കൂടെ ഗൾഫിൽ ഞാൻ 2 പ്രാവശ്യം ഞാൻ പോയി നിന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇയാളെ ഈ ഒരു പരസ്ത്രീ ബന്ധം കാരണം ഡയറക്റ്റായിട്ട് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അന്നൊക്കെ ഈ ഒരു വാട്സാപ്പ് കോള്, ചാറ്റിങ്, പ്രണയങ്ങളായിരുന്നു, ഭയങ്കര പ്രണയങ്ങൾ. ഇതൊക്കെ കണ്ട് മനസ്സ് കല്ലായി മാറിയിരുന്നു. ഞാനും മക്കളുണ്ടായിരിക്കും ദുബായിലൊരു അഫ്ന കണ്ണൂർ എന്ന് പറയുന്ന ഒരു പെണ്ണിനേറ്റ് 5 വർഷത്തോളം ലിവിങ് ടുഗദർ ആയിട്ട് ജീവിച്ചത്. ഞാനിവിടെ പൊട്ടത്തിയായി എൻ്റെ മക്കളെ നോക്കിയിട്ട് ഞാനിവിടെ ജീവിക്കാം. 3 മക്കളും ഞാനും പൈസ അയച്ചിരും മക്കളെ നോക്കാമല്ലേ. പക്ഷേ അവിടെ നാട്ടിൽ വരാൻ പറഞ്ഞാൽ വരൂല. 3 വർഷത്തിൽ കൂടുമ്പോൾ 15 ദിവസത്തിനാണ് ഇയാൾ നാട്ടിൽ വരലും എൻ്റെ മക്കളെ കാണലും സ്നേഹമൊക്കെ ഇവിടെ ജീവിക്കാം. 3 മക്കളും ഞാനും പൈസ അയച്ചിരും മക്കളെ നോക്കാമല്ലേ. പക്ഷേ അവിടെ നാട്ടിൽ വരാൻ പറഞ്ഞാൽ വരൂല. 3 വർഷത്തിൽ കൂടുമ്പോൾ 15 ദിവസത്തിനാണ് ഇയാൾ നാട്ടിൽ വരലും എൻ്റെ മക്കളെ കാണലും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു.
ഇയാൾ നാട്ടിൽ വന്നിട്ട് കുറേ പ്രശ്നവും കാര്യമൊക്കെ ഉണ്ടാക്കിയും എന്നെ ഇയാൾ മോശപ്പെട്ട രീതിയിൽ എവിടെയെങ്കിലും കാണുകയും ഞാൻ ആരെങ്കിലും കൂടെ പോവുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ഫോണിൽ നിന്ന് നിസ്സാരം കുറച്ച് മെസ്സേജസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് ആദ്യമേ ഇയാൾ വലിയൊരു പ്രശ്നമാക്കിയിട്ട് മാറ്റിയിരുന്നു. കുടുംബത്തിലും എല്ലായിടത്തും ഞാൻ ഭയങ്കര എന്തോ ആണെന്ന് ഇയാൾ വരുത്തി തീർക്കായിരുന്നു. അങ്ങനെ ഇയാൾ എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ മക്കളെ കൊണ്ടുവന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇയാളെ വീട്ടിൽ കൊണ്ടുപോയതാണ്. അങ്ങനെ ഇയാൾ ഓൾറെഡി എൻ്റെ മക്കളേക്ക് പാസ്പോർട്ട് ഇയാളെ കയ്യിലായിരുന്നു. അങ്ങനെ എൻ്റെ മക്കളെ ഇയാൾ എടുത്തിട്ട് ദുബായിക്ക് കൊണ്ടുപോയി. രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, രാത്രി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ രാവിലെ കൊണ്ടുവന്നാക്കി തരാം. പിറ്റേന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ദുബായി പോവാണ്, എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ പോവാണ്. ഇപ്പോൾ പോയിട്ട് 1.5 വർഷമായി. എൻ്റെ മക്കൾക്ക് ബാപ്പാന്നുള്ള സ്നേഹം കിട്ടിയിട്ടില്ല. ഫോണിൽ കൂടെ വീഡിയോ കോൾ കൂടെ മാത്രം. 3 വർഷത്തിൽ 5 ദിവസത്തിന് വരുന്ന ഒരു ബാപ്പ മക്കളെ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ കൊണ്ടുപോയ തുടക്കത്തിൽ ഒന്നൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു എനിക്ക്. മക്കളെ കൊണ്ടുപോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിടങ്ങേറായിരുന്നു. പിന്നെ എൻ്റെ മക്കൾക്ക് ഞാൻ മാത്രം എൻ്റെ സ്നേഹം മാത്രം കിട്ടിയാൽ പോരല്ലോ, പാപ്പാൻ്റെ സ്നേഹം കിട്ടണ്ടേ. അങ്ങനെ ഇയാളോട് പറഞ്ഞു റിവെഞ്ച് ആക്കിയിട്ട് എടുക്കട്ടെ, മക്കളെ കൊണ്ടുപോയി നല്ലപോലെ നോക്കുക, നല്ലപോലെ വളർത്ത്, കുറച്ചു കാലം മക്കളവിടെ നിൽക്കട്ടെ, അവരും അറിയട്ടെ എല്ലാ സൗകര്യത്തിലും സുഖത്തിലും അവരും കുറച്ച് ജീവിക്കട്ടെ. പക്ഷേ ഇയാളിതൊരു ഭയങ്കര ഒരു സംഭവമാക്കിയിട്ട് ഏറ്റെടുത്തിട്ട് ഒരുപാട് കാലം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇയാളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മരിച്ച ഭാര്യയായിരുന്നു. ഞാൻ മരിച്ചു, എൻ്റെ മക്കളെ ഉമ്മ മരിച്ചിട്ടാണ് കുട്ടികളെ കൊണ്ടുപോയത്. അങ്ങനെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എന്നെ ആൾക്കാർ എൻ്റെ മക്കളൊക്കെ ഫോട്ടോ കണ്ടിട്ടാണ് പിന്നെ ഞാൻ ജീവിച്ചിരിക്കണമെന്ന് അറിയാം. അപ്പോൾ പിന്നെ ഇയാൾ എന്നോട് ഭയങ്കര യുദ്ധമായി. ഞാൻ ജീവിച്ചിരിക്കണമെന്നുള്ളത് മറ്റുള്ളവരെ അറിഞ്ഞപ്പോൾ ഇയാൾക്ക് ഭയങ്കര മോശമായി. അങ്ങനെ ഇയാൾ കഥകൾ മെനയാൻ തുടങ്ങി. ഞാൻ വേറൊരാളെ കൂടെ ചാടിപ്പോയതാണ്. ഞാനിവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മാൻ്റെ ഇപ്പാൻ്റെ കൂടെയാണ് കഴിഞ്ഞ 1.5 വർഷമായിട്ട് എൻ്റെ മോനെ കൊണ്ട് ജീവിക്കുന്നത്. അന്തസ്സായിട്ടൊരു ജോലി ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ മോനെ നോക്കുന്നത്. ഇയാൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കണം. കഴിഞ്ഞൊരു വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്നെ ഇട്ടിട്ട് അരച്ചുകൊണ്ടിരിക്കണം. ഇയാൾക്കെതിരെ ഞാൻ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെയും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി വന്നിട്ടുള്ളൂ. ഇയാൾ ഇത് സൈബർ അറ്റാക്ക് കാരണം ഇയാൾ ദുബായിൽ നിന്നിട്ടാണ് ഈ ചെയ്തികൾ മുഴുവൻ ചെയ്യുന്നത്. ഇയാൾ നാട്ടിലാണെങ്കിൽ എൻ്റെ മക്കളെ ഇയാൾക്ക് എപ്പോഴും എൻ്റെ മക്കളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ദുബായിലായതുകൊണ്ട് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കേസിൻ്റെ കാര്യത്തിലാണെങ്കിലും മക്കളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ചെയ്യണേന്. പിന്നെ കൊണ്ടുപോയപ്പോൾ നല്ലപോലെ നോക്കിക്കൊന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മക്കളെ കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് എൻ്റെ മക്കളെ എനിക്ക് ഇങ്ങോട്ട് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇയാളെ കൂടെ എൻ്റെ മക്കൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ലൊരു ലൈഫോ ഭാവി ഉണ്ടാവില്ല. കാരണം മക്കളെ മടിയിലിരുത്തിയിട്ട് എൻ്റെ മക്കളമ്മ ഭയങ്കര മോശമാണ്, അവൾ അങ്ങനെയാണ്, അവൾ എൻ്റെ മക്കളെ കൊണ്ട് വരെ എനിക്കെതിരെ മോശം കാര്യങ്ങൾ പറയിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളെ പഠിപ്പിച്ചെടുത്തിട്ട് എൻ്റെ മക്കൾ പറയാം എൻ്റെ അമ്മ അങ്ങനെയായിരുന്നു. എൻ്റെ കുഞ്ഞു മക്കൾ 5 വയസ്സും 11 വയസ്സുള്ള മോനെ കൊണ്ട് വളരെ വൃത്തികെട്ട രീതിയിൽ വീഡിയോ ചെയ്തിട്ട് ഇയാൾ പോസ്റ്റ് ചെയ്യുന്നു. അതേപോലെ ഞാൻ കോളുകളാന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പോസ്റ്റ് ചെയ്തു. അങ്ങനെ ഇയാൾക്കെതിരെ ഞാൻ പ്രതികരിക്കാൻ തുടങ്ങി. കുറച്ച് എൻ്റെ ഇൻസ്റ്റയിൽ കുറച്ച് പ്രതികരണം ഒക്കെ ചെയ്തിരുന്നു. പിന്നെ നമ്മളെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര റിലീജിയസ് ആയിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് എല്ലാവർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടൊക്കെ റിമൂവ് ആക്കി ബ്രദേഴ്സൊക്കെ പറഞ്ഞപ്പോൾ. ഇപ്പോൾ സ്റ്റിൽ ആയിട്ട് എനിക്ക് ഡിവോഴ്സ് ഏരിയയെ ബന്ധം ഏർപ്പെടുത്തിയ ഒന്നും ഇയാൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരുത്തിനായിട്ട് ജീവിതം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇന്നലെ എന്നോട് സംസാരിച്ചിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അതിൻ്റെ കുറച്ച് സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ കാണിക്കാം. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവർ രണ്ടാളും പ്രണയത്തിലായിരുന്നല്ലോ, ഭയങ്കര പ്രണയത്തിലായിരുന്നു ഇവർ രണ്ടാളും. അപ്പോൾ പ്രണയമൊക്കെ കഴിഞ്ഞിട്ട് ഇവരിപ്പോൾ കല്യാണം കഴിച്ചു എന്നാണ് പറയണത്. എനിക്ക് ഡിവോഴ്സ് തരികയോ എൻ്റെ തൊലാക്ക് ചെല്ലിപ്പിരിക്കുകയോ ഒന്നും ഇയാൾ ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയ വഴി എല്ലാവരോടും പറയണത് എന്നെ പിരിച്ചു, എന്നെ ഡിവോഴ്സ് ചെയ്തു, എന്നെ ഒഴിവാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ വേണ്ട എങ്കിൽ മര്യാദയ്ക്ക് എനിക്ക് ഡിവോഴ്സ് തന്നിട്ട് ഇയാളെ കാര്യം നോക്കി ജീവിക്കട്ടെ, ആരെ കൂടിയോ ജീവിക്കട്ടെ. എൻ്റെ മക്കളെ ഞാൻ കൊണ്ടുവരും, എൻ്റെ മക്കളെ ഞാൻ നോക്കും. അയാൾ ഒരു സഹായം ഇല്ലാത്തതിന് എൻ്റെ മക്കളെ നോക്കി വളർത്തണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ ഇപ്പോൾ ഇവൾ പറയണേ 2 വർഷമായിട്ട് പ്രണയത്തിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ ഒന്നായി. നാട്ടിൽ വന്നിട്ട് ഇവളെ എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ മക്കളെ എമ്മിച്ചി ഞാനാണ് എൻ്റെ മക്കളോട് പറയാം ഞാനാണ് നോക്കണേ. ഇവിടെ ചാറ്റിങ്ങിൽ പറയുന്നത് ഇവർ ലണ്ടനിൽ പോവുകയാണ്. അപ്പോൾ മക്കളെ പാസ്പോർട്ടിൽ നിന്ന് എൻ്റെ പേര് മാറ്റണം. അതേപോലെ അവൻ്റെ പാസ്പോർട്ടിൽ അവളെ പേര് ചേർത്തു. അവർ പെട്ടെന്ന് ലണ്ടനിൽ പോവും. ഇങ്ങനെ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്നോട് അവളെ ഭർത്താവിനെ പറ്റിയിട്ട് പുകയറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്നോട് വന്നിട്ട് പറയണം. ഞാനിവൾ എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും കുറേ സഹകരിച്ചിട്ട് കേട്ടിരുന്നു. വല്ലാത്തൊരു അവസ്ഥയാണ്. ഞാൻ ഇങ്ങനെ പ്രതികരിക്കണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഇടങ്ങാറാക്കാണ്. ഇവിടെ സൈബർ പോലീസിൽ SP മലപ്പുറം SPക്ക് കാളികാവ് പോലീസ് സ്റ്റേഷനിൽ ഒക്കെ ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തുനിന്നും നമുക്ക് എന്താ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ ദുബായിലായതുകൊണ്ട് തന്നെ പരിമിതികളുണ്ട് ചെയ്യണീന്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. എൻ്റെ പൊന്നു മക്കള് എൻ്റെ വേദനകളോ അടങ്ങേറുകളോ ഒന്നും അറിയില്ല. അവരവിടെ അവരുടെ ബാപ്പാൻ്റെ കൂടെ ഇതൊന്നും അറിയാതെ ജീവിക്കണം. എന്നിട്ട് എൻ്റെ മക്കളെ വീഡിയോയിൽ നോക്കി പറയുമ്പോൾ അവർക്ക് ഒരിക്കലും അറിയില്ല ഇത് ബാപ്പ അവിടെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പോലെ അറിയില്ല. എൻ്റെ പൊന്നുമോനും എൻ്റെ മോളെയും ഒരുപാട് ആയി. എന്തായാലും ഇവർ പറയുന്നത് കേട്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിക്കാണുമല്ലോ. ഇവരുടെ ഫുൾ വീഡിയോ ഇവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്.
ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്ത് ശരിയാണെന്ന് നമുക്ക് തോന്നിപ്പോവും. അതായത് ഒരാളുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു ഇവരുടെ ഭർത്താവ്, ആ പുള്ളിക്കാരനുമായിട്ട് ഇഷ്ടത്തിലായിരുന്നതിന് ശേഷം ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും ഈ പറയുന്ന പുള്ളിക്കാരി ഈ പുള്ളിക്കാരിക്ക് മെസ്സേജ് ഇട്ടിട്ട് പാസ്പോർട്ടിൽ നിന്ന് നിങ്ങളുടെ പേര് മാറ്റണമെന്നും കുഞ്ഞുങ്ങളുടെ പേരിൻ്റെ കൂടെ എൻ്റെ പേര് ചേർക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാറ്റ് ചെയ്തെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ അവരുമായിട്ട് ഇവർക്ക് നേരത്തെ കോണ്ടാക്റ്റ് ഉണ്ടെന്നും അവരുടെ അടുത്താണ് ചോക്ലേറ്റ് നേരത്തെ കൊടുത്തു വിട്ടതെന്നും ഒക്കെ ഭർത്താവും പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്നൊരു പിടുത്തവും ഇല്ല. എന്തായാലും ഇവരുടെ മധ്യത്തിൽ കിടന്നുകൊണ്ട് ഈ 3 കുട്ടികളാണ് ബുദ്ധിമുട്ടുന്നത്. ഇവരെന്താണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. എന്തായാലും ഇവർ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് പിന്നെയും ഇട്ട് അലക്കുന്നതെന്ന് അറിയത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നേരിട്ട് സംസാരിച്ചുകൊണ്ട് ആ വിഷയം അവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നത് വിട്ടിട്ട് അവർ നിയമപരമായിട്ട് പോവുമോ, അങ്ങനെയൊക്കെ പോയിട്ട് ആ ഒരു പ്രശ്നം അവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയാണ് വേണ്ടത്. ഇത് ചുമ്മാ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇങ്ങനെ അലക്കാണ്. ഒരാൾ അവിടെ നിന്ന് പറയും. ഇപ്പോഴാണ് റീസെൻ്റ് ആയിട്ടാണ് ഈ പുള്ളിക്കാരി ഇപ്പോൾ വീഡിയോ ഇട്ടത് കേട്ടോ. ഇതിനു മുമ്പ് പുള്ളിക്കാരി ഇട്ടിട്ടൊന്നുമില്ലായിരുന്നു. പുള്ളിക്കാരിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ പറയുന്ന ഭർത്താവ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് പുള്ളിക്കാരി അതിനൊരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ വീഡിയോ ഇട്ടത്. കാരണം എല്ലാവരും ഇവരെ മാത്രമല്ല കുറ്റപ്പെടുത്തൂ, കാരണം ഇവർ വേറൊരാളുടെ കൂടെ ഒളിച്ചോടി എന്നൊക്കെയാണ് മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ബാധ്യത ഇവർക്കുള്ളത് കൊണ്ട് തന്നെ ഇവർ കൊടുത്തു എന്നേ ഉള്ളൂ. എന്തായാലും ഇത് ഇത്രയും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.